ആദ്യമേ പറയേണ്ടത് ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ ഇളക്കി കടത്തി വിറ്റ കേസിൽ ED വരുന്നുണ്ട്. അവർ ഹൈക്കോടതി വഴി FIR ശേഖരിച്ചു തുടങ്ങിക്കഴിഞ്ഞു. എല്ലാം പഠിച്ച് സാവധാനമാകും EDയുടെ രംഗപ്രവേശം. ഇനി അതിനാണ് ഹൈക്കോടതി SITയുടെ സമയപരിധി 1 മാസം കൂടി നീട്ടിക്കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. പായലെവിട പൂപ്പലെവിട എന്ന പരസ്യവാചകവും ശബരിമല സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിൽ ഹൈക്കോടതി നിയോഗിച്ച SITയും തമ്മിൽ ചേർത്ത് വായിക്കണം. വാക്കുകൾ പോലെ തന്നെ ഇനി നടക്കാൻ പോകുന്നതും സംഭവ ബഹുലമാകും. ശബരിമലയിലെയും ദേവസ്വം ബോർഡിലെയും പായലും പൂപ്പലുമൊക്കെ ഹൈക്കോടതി SITയെ കൊണ്ട് വൃത്തിയാക്കി വെളുപ്പിച്ചിരിക്കും. കൂടാതെ ചില ഉന്നതരായ CPMകാരും നിന്ന് വിയർക്കും. ഇനി ശിഷ്ടകാലം അയ്യപ്പന്റെ സ്വർണ്ണക്കട്ട കേസിൽ സ്വസ്ഥം ജയിൽവാസം. പക്ഷേ ഇവിടുത്തെ പോലെ മതിൽക്കെട്ടിനുള്ളിൽ അവിടെ കൈയിട്ട് വാരാനോ ഭരിക്കാനോ ഒന്നും നടക്കില്ല എന്ന് മാത്രം. എല്ലാം വ്യക്തമാകുമ്പോൾ വരും EDയുടെ രംഗപ്രവേശവും. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് 1 മാസം കൂടിയാണ് ഹൈക്കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. കേസിലെ ക്രൈംബ്രാഞ്ച് FIRന്റെ പകർപ്പിനായി EDക്ക് വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. നേരത്തെ EDക്ക് FIR നൽകാനാകില്ലെന്ന നിലപാടാണ് മജിസ്ട്രേറ്റ് കോടതി കൈക്കൊണ്ടത്. ആ ഉത്തരവ് ഹൈക്കോടതി അങ്ങ് റദ്ദാക്കി കളഞ്ഞു. കാര്യകാരണങ്ങൾ വിശദീകരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാനും EDക്ക് നിർദ്ദേശം നൽകി. അന്വേഷണം പൂർണ്ണമായും കെട്ടുറപ്പുള്ളതും കുറ്റമറ്റതാക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനുമായി 1 മാസത്തെ സമയം കൂടി SIT ആവശ്യപ്പെടുകയായിരുന്നു. കോടതി ഉത്തരവോടെ ഈ കേസിൽ ജനുവരി ആദ്യ വാരം വരെ ഇനി SITക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. നേരത്തെ 6 ആഴ്ചത്തെ സമയമായിരുന്നു ഹൈക്കോടതി SITക്ക് അനുവദിച്ചിരുന്നത്. ഈ സമയപരിധി ഇതിനോടകം കഴിയുകയും ചെയ്തു. ജസ്റ്റിസുമാരായ V. രാജാ വിജയരാഘവൻ, KV. ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് നിർണായകമായ SITയുടെ അടക്കം EDയുടെ അടക്കം ഹർജികൾ പരിഗണിച്ചത്. SITയുടെ റിപ്പോർട്ടിൽ മുഴുവൻ കാട്ടുകള്ളന്മാരുടെയും തീവട്ടിക്കൊള്ളക്കാരുടെയും സ്വർണം കട്ട നാൾ വഴികളാണുള്ളത്. M. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള കൂടുതൽ തെളിവുകളും വിവരങ്ങളുമാണ് ഇപ്പോൾ കോടതി മുമ്പാകെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടായി സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായി തന്നെ പരിശോധിച്ചു. അടച്ചിട്ട കോടതി മുറിക്കുള്ളിലായിരുന്നു നടപടികളെല്ലാം. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് SITയുടെ ആവശ്യം കോടതി അംഗീകരിച്ചത്. പ്രമുഖർ ഉൾപ്പെടെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയും SIT കോടതി അറിയിച്ചു. CPMലെ അന്നത്തെ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പേരും അവർ എങ്ങനെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരുടെ എത്രത്തോളമായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഏതൊക്കെ മറ്റ് മുതിർന്ന ഭരണകക്ഷിയിലെ നേതാക്കൾ, CPMലെ മുതിർന്ന നേതാക്കൾ, ഏതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ ഈ അയ്യപ്പൻ്റെ സ്വർണം കട്ടുവിറ്റ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ SIT അടച്ചിട്ട മുറിയിൽ തന്നെ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ഇതിൽ തൃപ്തരായ ഹൈക്കോടതി എന്തായാലും അന്വേഷണ പുരോഗതി സമയമെടുത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും അന്വേഷണം സമയമെടുത്തതിന് തീർപ്പാക്കാനും ഒക്കെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.